ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ പലതരം വയറിങ്ങുകൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രധാനമായിട്ടും സ്റ്റെയർകേസ് വയറിങ്, കോറിഡോർ വയറിങ്, ഗോഡൗൺ വയറിങ്, ബാങ്ക് ഓർ ജയിൽ വയറിങ്, ടണൽ വയറിങ് ഇവയൊക്കെയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി ഒരു സിമ്പിൾ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ സർക്യൂട്ടിന് ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. ഇത് AC അല്ലെങ്കിൽ DC ആയിരിക്കും. ഇനി ഈ സോഴ്സിൽ നിന്നും നമ്മളുടെ അപ്ലയൻസിലേക്ക് വൈദ്യുതിയെ എത്തിക്കുന്നത് കണ്ടക്ടേഴ്സ് ആണ്. സാധാരണ PVC ഇൻസുലേറ്റഡ് കോപ്പർ കണ്ടക്ടറോ അല്ലെങ്കിൽ അലൂമിനിയം കണ്ടക്ടറോ അല്ലെങ്കിൽ കേബിൾസോ യൂസ് ചെയ്യും കണ്ടക്ടറായിട്ട്. ഇനിയും സ്വിച്ചസ് പല ടൈപ്സ് ഉണ്ട്. അതിൽ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് SPSTയും SPDT സ്വിച്ചസ് ആണ്. SPST സിംഗിൾ പോൾ സിംഗിൾ ത്രോയും SPDT സിംഗിൾ പോൾ ഡബിൾ ത്രോയുമാണ്. ഇനി ഏതെങ്കിലും ഡിവൈസിനെയാണോ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് സപ്ലൈയിൽ നിന്നും കണക്ഷൻ എടുത്ത് കൺട്രോൾ ചെയ്യുന്നത്, അതിവിടെ ലാമ്പ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ TVയോ ഫാനോ ഏത് ഡിവൈസ് വേണേലും ആകാം. എന്തിനെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിവൈസ് അല്ലെങ്കിൽ അപ്ലയൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഓരോ ലാമ്പിൻ്റെ കൺട്രോളിംഗ് ആണ് ഞാൻ ഓരോ സർക്യൂട്ടിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇനി ഒരു സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തും, ആ സ്വിച്ച് തന്നെ ഓഫ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു SPST സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്വിച്ചിന് 6 ആംപിയർ 240 വോൾട്ട് എന്ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ ലാമ്പിൻ്റെയും റേറ്റിംഗ് വാട്ടേജിലായിരിക്കും. അതുപോലെ സപ്ലൈ AC ആണ് കൊടുത്തിരിക്കുന്നത്, 240 വോൾട്ട് 50 ഹെർട്സ്. ഇനി ഒരു സ്റ്റെയർ കേസ് വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. പേര് പോലെ തന്നെ ഒരു സ്റ്റെയർ കേസിലെ ലൈറ്റ് സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗത്തെയും താഴത്തെയും 2 സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് വയറിംഗ് ആണ് സ്റ്റെയർ കേസ് വയറിംഗ്. ഇതിന് 2 SPDT സ്വിച്ചസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്വിച്ചിൻ്റെ ഇൻപുട്ടിലേക്ക് ഫേസിൽ നിന്നും കണക്ഷൻ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ഇൻപുട്ടിലേക്ക് ന്യൂട്രലിൽ നിന്നും ലാമ്പ് വഴി കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി ഈ 2 സ്വിച്ചിൻ്റെയും ഔട്ട്പുട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ 2 സ്വിച്ചിൽ ഏത് സ്വിച്ച് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിലും ഈ ലാമ്പിനെ ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ സ്വിച്ച് ഓൺ ആകുമ്പോൾ ലൈറ്റ് കത്തും, രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കെടും. ആ സ്വിച്ച് തന്നെ ഉപയോഗിച്ച് വീണ്ടും ടേൺ ഓൺ ചെയ്യാം. പിന്നീട് ഏത് സ്വിച്ച് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിലും ലൈറ്റിനെ ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. ഇത്തരം വയറിങ്ങിനെയാണ് സ്റ്റെയർ കേസ് വയറിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോറിഡോർ വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. കോറിഡോർ വയറിംഗ് എന്ന് പറയുന്നത് കുറേ സ്റ്റെയർ കേസ് കണക്ഷൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇതിൽ ഓരോ ലാമ്പും സെപ്പറേറ്റ് സ്റ്റെയർ കേസ് കണക്ഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ലാമ്പിനും സ്റ്റെയർ കേസ് കണക്ഷനിലെ 2 സ്വിച്ചസ് ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ SPDT സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനിയും ഓരോ ലൈറ്റിൻ്റെയും സ്റ്റെയർ കേസ് കണക്ഷൻ സെപ്പറേറ്റ് ആയതുകൊണ്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടും ഓരോ ലൈറ്റിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു ലൈറ്റിൻ്റെ കൺട്രോളിങ് അടുത്ത ലൈറ്റിനെ ബാധിക്കത്തില്ല. ഇനി സർക്യൂട്ട് നോക്കാം. L1 ലൈറ്റിനെ 2 സ്വിച്ചസ് ഉപയോഗിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ചെയ്യുന്നുണ്ട്. ഇനി L2 ലൈറ്റിനെ സ്റ്റെയർ കേസ് വയറിങ്ങിൽ 2 സ്വിച്ചസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ L3 ലൈറ്റിനെയും 2 സ്വിച്ചസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനിയും L4 ലാമ്പിനെ ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാം. ഇതുപോലെ എത്ര ലാമ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്തരം വയറിങ്ങിനെയാണ് നമ്മൾ കോറിഡോർ വയറിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗോഡൗൺ വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഗോഡൗൺ വയറിങ്ങിൽ ഒരു SPST സ്വിച്ചും ബാക്കിയെല്ലാം SPDT സ്വിച്ചസുമാണ് ഉപയോഗിക്കുന്നത്. പേര് പോലെ തന്നെ ഗോഡൗണിൻ്റെ ഒക്കെ വയറിംഗ് ചെയ്യുന്നതാണ് ഈ ഗോഡൗൺ വയറിംഗ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമ്മളുടെ ഒരു ആള് ഗോഡൗണിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് S1 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പിലുള്ള ലൈറ്റായിട്ടുള്ള L1 പ്രകാശിക്കും. അത് കഴിഞ്ഞ് അയാൾ രണ്ടാമത്തെ പൊസിഷനായിട്ടുള്ള S2 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് L2 ലൈറ്റ് പ്രകാശിക്കും, L1 ഓഫ് ആവും. ഇനി മൂന്നാമത്തെ സ്വിച്ചായിട്ടുള്ള S3 ഓൺ ചെയ്യുന്ന സമയത്ത് അയാളുടെ മുമ്പിലുള്ള L3 ലൈറ്റ് ഓൺ ആവും, L2 ഓഫ് ആവും. ഇനി S4 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് L4 ഓൺ ആവും, L3 ഓഫ് ആവും. ഇനി ഇതുപോലെ തന്നെ ആ L4 ആ ഒരു ലാസ്റ്റ് ലാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ എത്ര ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അവസാന പൊസിഷനിലെ ലൈറ്റ് അവിടെ നിന്ന് തന്നെ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്തും ഈ പ്രോസസ്സ് റിവേഴ്സ് ചെയ്താൽ അയാൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക്, അതായത് S1 വരെ എത്താൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു
പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഗോഡൗണിലേക്ക് പ്രവേശിച്ചു, അയാൾ അങ്ങേ അറ്റത്തെത്തി, അയാൾ തിരിച്ച് റിവേഴ്സിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്താതെ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സർക്കിള് കണ്ടിന്യൂ ചെയ്യാൻ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ഒരു ഗോഡൗൺ വയറിങ്ങിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്തു, L1 കത്തി. രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്തു, L2 കത്തി, L1 കെട്ടു. ഇനി L2 കെട്ടു, L3 കത്തി. ഇനി L4 അവസാനം ഓൺ ചെയ്തു. ഇനി L4 അവിടെ നിന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. തിരിച്ചു വരുമ്പം L3, L2, L1 എല്ലാം ഓഫ് ചെയ്തു. അങ്ങനെ തിരിച്ചു വരാനും സാധിക്കും. ഈ ടൈപ്പ് വയറിങ്ങിനെയാണ് നമ്മൾ ഗോഡൗൺ വയറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വർക്കിംഗ് വയറിംഗ് ആണ്. ഒരാൾ ഗോഡൗണിലേക്ക് പ്രവേശിച്ചു, അയാൾ തിരിച്ചു വരുന്നിടം വരെ ആ ഒരു സർക്യൂട്ട് വർക്കിങ്ങിലായിരിക്കും. അയാൾ തിരിച്ചു വരാതെ വേറൊരാൾക്ക് ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ബാങ്ക് ഓർ ജയിൽ വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഒരു SPST സ്വിച്ചും ബാക്കിയെല്ലാം SPDT സ്വിച്ചസും ആയിരിക്കും. ഓരോ ലാമ്പിനെയും നമ്മൾ ഓരോ സെപ്പറേറ്റ് SPDT സ്വിച്ചസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു മാസ്റ്റർ സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ലാമ്പുകളെയും ബാക്കിയുള്ള സ്വിച്ചുകളുടെ ഒന്നും കണക്ഷൻസ് ഇല്ലാതെ തന്നെ ഓൺ ചെയ്യാൻ വേണ്ടി. ഈ മാസ്റ്റർ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ SPDT സ്വിച്ചുകളും ശരിക്കും SPST സ്വിച്ചുകളുടെ കൂട്ട് തന്നെ, നോർമൽ സ്വിച്ചിൻ്റെ കൂട്ട് തന്നെ വർക്ക് ചെയ്യും. ഇനി വർക്കിംഗ് നോക്കാം. മാസ്റ്റർ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഓരോ സ്വിച്ചിനെ ഓരോ ലാമ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇനി മാസ്റ്റർ സ്വിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഏത് കണ്ടീഷനിൽ മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്താലും എല്ലാ ലാമ്പുകളും കത്തും. മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്തു, എല്ലാ ലാമ്പുകളും കത്തി. ബാക്കി ഏത് സ്വിച്ച് ഉപയോഗിച്ചാലും ഈ ലാമ്പുകളെ കെടുത്താൻ പറ്റത്തില്ല. മാസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് ടണൽ വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ടണൽ വയറിങ്ങിൽ SPDT സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ടണൽ വയറിങ് ഗോഡൗൺ വയറിങ്ങിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫോമാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ആദ്യത്തെ പൊസിഷൻ S1ലെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ലൈറ്റ് L1ഉം അതുപോലെ തൊട്ട് മുന്നിലുള്ള ലൈറ്റ് L2ഉം ഓൺ ചെയ്യും. ഇനി നമ്മൾ S1ൽ നിന്നും നടന്ന് S2ലെത്തി, രണ്ടാമത്തെ പൊസിഷനിലെത്തി. S2 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് L1 ഓഫ് ആവുകയും L2ഉം L3യും പ്രകാശിക്കുകയും ചെയ്യും. ഇനി അടുത്ത പൊസിഷൻ S3 സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ലൈറ്റായിട്ടുള്ള L3 ഓൺ ആകും, തൊട്ട് മുന്നിലുള്ള ലൈറ്റ് L4 ഓൺ ആകും, പക്ഷേ തൊട്ട് പുറകിലുള്ള ലൈറ്റ് L2 ഓഫ് ആകും. ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഓരോ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തൊട്ട് മുകളിലുള്ള ലൈറ്റും തൊട്ട് മുന്നിലുള്ള ലൈറ്റും ഓൺ ആവുകയും തൊട്ട് പുറകിലുള്ള ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. ഈ പ്രോസസ്സ് തന്നെ റിവേഴ്സിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുന്നോട്ട് പോയി ടണലിൻ്റെ അങ്ങേ അറ്റം എത്തിയാലും അയാൾ തന്നെ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആൾക്കും ഈ സർക്യൂട്ട് തന്നെ ഉപയോഗിച്ച് ഇതേ പ്രോസസ്സ് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും ഈ പ്രോസസ്സ് ഫോർവേഡിലും റിവേഴ്സിലും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ആദ്യത്തെ സ്വിച്ച് ഓൺ ആക്കി, രണ്ട് ലൈറ്റ് കത്തി. രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആക്കി, അതും അതിന് തൊട്ട് മുന്നിലത്തേത് ഓണായി. അടുത്ത സ്വിച്ച് ഓൺ ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങേയറ്റത്ത് എത്തുമ്പോൾ ലാസ്റ്റ് സ്വിച്ച് വരെ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ തിരിച്ചു വരുന്നു. രണ്ട് ലൈറ്റ് വീതം ഓണായി വന്നു. അവസാനത്തെ പൊസിഷനിലെത്തി, എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തു. ഇനി വീണ്ടും ഈ പ്രോസസ്സർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരാളും ഈ പ്രോസസ്സർ ഫോർവേഡിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതുപോലെ തന്നെ വർക്ക് ചെയ്യും. എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു വയറിങ് നമുക്ക് ഫോർവേഡിലും റിവേഴ്സിലും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ടൈപ്പ് വയറിങ്ങിനെയാണ് ടണൽ വയറിംഗ് എന്ന് പറയുന്നത്.